സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന പരിചയപ്പെടുത്തുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പടച്ചോനെ, ശേഷം വരുന്ന ജനങ്ങൾ എന്നെക്കുറിച്ച് നന്മ പറയപ്പെടുന്ന രീതിയിലുള്ള അവസ്ഥാവിശേഷം എനിക്ക് ഉണ്ടാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ കഴിയണം, അതിലേറെ പ്രവർത്തിക്കാൻ കഴിയണം. ഇവിടെയാണ് സഹോദരങ്ങളെ, പലരുടെയും മരണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരൊക്കെ ജീവിതത്തിൽ ഇത്രമാത്രം ചെയ്തുവോ എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. എങ്കിൽ അതാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ ഇലൈഹി ഫലാ തകുൻ ഖാമിസ. നീ ഇൽമുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലായിരിക്കണം ജീവിക്കേണ്ടത്. കാരണം മഹത്തുക്കൾ പറഞ്ഞു വെച്ചില്ലേ, വൽ ജാഹിലൂന മാത്തു ഖബല മൗതിഹിമി. വിവരമില്ലാത്ത ആളുകൾ, വിവരക്കേടുകൾ മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ജീവിക്കുന്ന സമയത്ത് തന്നെ അവരാരറിയും? ഞാനൊക്കെ മരിച്ചു എന്നറിഞ്ഞാൽ ആരെ എന്നെക്കുറിച്ച് അറിയും? അതേ സമയത്ത് വൽ ആലിമൂന വഇം മാത്തു ഫഅഹിയാഉ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മരിച്ചു കൊണ്ടിരിക്കുന്ന ആലിമികളെ കുറിച്ച് എത്രയെത്ര മുഅ്മിനീങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ഈമാനുള്ളവരുടെ മനഹൃദയങ്ങളിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ശേഷം വരുന്ന ജനങ്ങൾ നന്മകൾ പറയപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഈ സമയത്ത് എൻ്റെ ശരീരത്തോട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിലൂടെ മുന്നേറാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.